ഇനി ആരെങ്കിലും ഖവാരിജിന്റെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ലക്ഷ്യം ദുഷ്ടലാക്കാണ്, അവൻ കരുതി കൂട്ടി പയച്ചതാണ്. ആ ഖവാരിജിന് ചിലപ്പോഴെല്ലാം ചരിത്രത്തിൽ ആവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, ഞാൻ കൊന്ത്രമ്പല്ലൊക്കെ ഒന്നാണെന്ന് പറഞ്ഞു. ഒരു കൊന്ത്രമ്പല്ല് പറിച്ചിട്ടിട്ട് പുതിയ അതേ സ്ഥാനത്ത് പുതിയ കൊന്ത്രമ്പല്ലുകൾ വളക്കും. സാധനം അതന്നെ, സാധ്യതയും അതന്നെ, അതിന്റെ ബേസിക് സ്ട്രക്ചറും അതന്നെ, എല്ലാം ഒന്നെ മറ്റൊന്ന്. അതാണ് ഖവാരിജികൾ. അത് മാറി മാറി വന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ ഖവാരിജാണ് വഹാബിയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കളവ് പറയുകയാണെങ്കിൽ കാസിമിനെ പോലെ പറയണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ആരാണ് ഖവാരിജികൾ, ആരാണ് ഷിയാക്കൾ, ആരാണ് ഈ പറയുന്ന മുജാഹിദുകൾ എന്നൊന്നും അറിയാതെ വെറുതെ ഡയലോഗ് അടിക്കരുത്. തൻ്റെ മുന്നിലിരിക്കുന്ന 10 ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വായിൽ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ വിളിച്ചു പറയാം. സ്വയം ഷിയായിസം ചമയുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈ പറയുന്ന റഹ്മത്തുള്ള കാസിമി. എന്നിട്ട് പറയാണ് മുജാഹിദുകൾ ഷിയാക്കളാണ് അല്ലെങ്കിൽ ഖവാരിജാണെന്ന്. ഇയാൾക്ക് വല്ല വിദ്യാഭ്യാസം ഉണ്ടോ? എന്തായാലും ബാക്കി എന്താ പറയണത് നോക്കാം. ഇന്നത്തെ സലഫിയത്തും സലഫും രണ്ടാണ്. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. സലഫല്ല സലഫിയത്ത്. സലഫിയത്ത് പറഞ്ഞാൽ നെയ്യപ്പവും നെയ്യുമാണ്. നെയ്യപ്പവും നെയ്യും തമ്മിലുള്ള ബന്ധമാണ് സലഫും സലഫിയത്തും തമ്മിലുള്ളത്. നെയ്യപ്പത്തിൽ ഒരിക്കലും നെയ്യ് ഉണ്ടാവില്ല, വെളിച്ചെണ്ണ ചുടുന്നതാണ്. വെളിച്ചെണ്ണ ചുട്ടിട്ട് നെയ്യപ്പന്റെ പേര് പറയും. എണ്ണയപ്പം പറഞ്ഞാൽ ആളുകൾ വാങ്ങൂല, അപ്പോൾ നെയ്യപ്പം പറയും. പൊന്നാര കാസിം, നിങ്ങൾ ഇവിടെ ഒന്നും ജനിച്ച് ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ല കേട്ടോ. കാരണം ലോകത്ത് ഇന്ന് ആരും കണ്ടെത്താത്ത ഒരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അത്രയും വൈദഗ്ധ്യമായിട്ട് ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞൊരു വ്യക്തി വേറെ ഉണ്ടാവില്ല. നെയ്യപ്പം നെയ്യും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല. എന്നിട്ട് പറയാണ് നെയ്യപ്പം എന്ന് പറഞ്ഞ സാധനം വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ എണ്ണയിൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, നെയ്യപ്പാണ്, നെയ്യിലാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. ദുനിയാവിൽ ആർക്കാണ് നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയാത്തത്? ഈ റഹ്മത്തുള്ള കാസിമിക്ക് അതറിയില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ. എന്നിട്ട് ഇയാളൊരു കളവ് പറയാണ്, ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ട് നെയ്യിലുണ്ടാക്കി എന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. എന്ത് നെയ്യപ്പം? അതിനൊരു പേര് നെയ്യപ്പം എന്ന് പേരിട്ടു. അത് നെയ്യിലല്ല ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. പക്ഷെ ഇയാൾക്ക് അതറിയില്ല. ഇയാൾ അതിവിദഗ്ധമായിട്ടൊരു ഉദാഹരണം പറയാണ്. ഇനി എന്തായാലും ബാക്കി കൂടി പറയണ കേൾക്കുക. കാരണം ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇജാതി പൊട്ടത്തരം പറയുന്ന ഒരു മനുഷ്യന് കാര്യം പറഞ്ഞാൽ എന്താവും അതിന്റെ അവസ്ഥ? സലഫികൾ എന്ന് പറഞ്ഞാൽ തനി മുനാഫിക്കുകളാണ്. അതാ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞത്. ഖവാരിജികളാണ് വഹാബികള്, ഷിയാക്കളാണ് വഹാബികള്, മുനാഫിക്കുകളാണ് വഹാബികള്. ഇയാളത് എവിടുന്നാ മതം പഠിച്ചത്? അല്ല റഹ്മത്തുള്ള കാസിമേ, നിങ്ങളാണല്ലോ ഷിയായിസം പ്രചരിപ്പിക്കല്. നിങ്ങളിപ്പോൾ ഏത് വർഗത്തിൽപ്പെട്ടതാണ്? അല്ലെങ്കിൽ എന്താണ് മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ എന്നൊന്ന് പറയണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ മുജാഹിദുകളെ അല്ലെങ്കിൽ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന വഹാബികളെ മുനാഫിക്ക് എന്ന് പറഞ്ഞു? തെളിവൊന്നും വേണ്ട, വെറുതെ പറയാ. എന്തെങ്കിലും ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു തെളിവ്, എന്തെങ്കിലും പറയുന്ന കാര്യത്തിലൊരു അടിസ്ഥാനം. പച്ചക്കളവ് പറയാ, എന്നിട്ട് ഇസ്ലാമിന്റെ നേതാവാണ്, മുസ്ലിമാണെന്ന് പറയാ. വല്ല കാര്യമുണ്ടോ റഹ്മത്തുള്ള കാസിം നിങ്ങൾക്കൊക്കെ ഇതിന്റെ? 100%, 1% കുറവില്ല. 100 ഒരു 200% എന്നൊക്കെ പറഞ്ഞോളൂ. ഇനി ഒരു 1000% എന്ന് പറഞ്ഞാലും നിങ്ങളെ മുന്നിലിരിക്കുന്ന കുറച്ച് പൊട്ടന്മാരുണ്ടല്ലോ, ഓലെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണോ പറയുന്നത് അതന്നെ കാര്യം. നിങ്ങൾ ഷിയായിസം കൊണ്ട് പ്രചരിപ്പിച്ചാലും നിങ്ങളെ കൂടെ നിൽക്കും. നിങ്ങൾ ഇനി എന്ത് മാത്താങ്കൂത്ത് പ്രചരിപ്പിച്ചാലും ശരി, നിങ്ങളിനി ഇവിടെ എന്തെന്ന് ഇനി ഒന്നും വേണ്ട, BJPക്കാണ് പറഞ്ഞാലും നിങ്ങളപ്പം അറിയാനാണ് നിങ്ങളെ കൂടെ ഉള്ളവർ നിൽക്കുന്നത്. പക്ഷെ എന്താ അറിയോ, ഇതൊക്കെ ബാക്കിയുള്ളവർ കൂടി കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകുന്ന നല്ലതേ കാര്യം. മുനാഫിക്കല്ലാത്ത ഒരു വഹാബി ഉണ്ടാവില്ല, ഒക്കെ മുനാഫിക്കാണ്. അത് സാധനം ഉണ്ടാകുകയില്ലേ. മുനാഫിക്കല്ലാത്ത ഒരു സലഫി ഉണ്ടാവില്ല. വഹാബി സലഫി മൊത്തം മുനാഫിക്കുകളാണ്. റഹ്മത്തുള്ള കാസിമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണോ വായിൽ വരുന്നത് അത് വിളിച്ചു പറയാന്നുള്ളൂ. എന്താണ് മുനാഫിക്ക് എന്നറിയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അപ്പോൾ ഇവിടുത്തെ മുജാഹിദുകൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. അള്ളാഹു തആല പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന്. ഷിർക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് വൻ പാപങ്ങളിൽ അല്ലെങ്കിൽ പൊറുക്കപ്പെടാത്ത പാപമാണ്, ഏറ്റവും വലിയ പാപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം അതുപോലെ പ്രചരിപ്പിക്കാനും അതുപോലെ വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങാനും ആഗ്രഹിക്കുന്ന, അതിനായി ആഹോരാത്രം അധ്വാനിക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന സലഫികളെ സംബന്ധിച്ച് അവർ മുനാഫിക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ആശയം പ്രചരിപ്പിച്ച അള്ളാഹുവിൻ്റെ റസൂലിനെ വരെ ഇയാൾ എന്താക്കി, മുനാഫിക്കാക്കി എന്നർത്ഥം. അള്ളാഹുവിൻ്റെ റസൂലും പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്തും ഈ പറയുന്ന ആശയം പ്രചരിപ്പിക്കുകയും മക്ക മുശ്രിക്കീങ്ങൾക്കിടയിലുള്ള ആരാധന, ബിംബാരാധന, അവരുടെ
ബഹുദൈവാരാധന, ഷിർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ എതിർത്തപ്പോൾ അതേ കാര്യവുമായി മുന്നോട്ട് പോകുന്ന മുജാഹിദുകൾ മുനാഫിക്കാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മുനാഫിക്കാണ് ഈ നാവ് കൊണ്ട് പറഞ്ഞ പോലെയായി. ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും? എന്തുകൊണ്ട് നിഫാഖിന് അടയാളം എന്താ? ബുഗ്ദ് അലിൻ, അലിയോടുള്ള എതിർപ്പ്. റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ കാലത്ത് ആർക്കെങ്കിലും ഒരു മുനാഫിക്കാണോ എന്ന് ഒരാളെ പറ്റി സംശയം ഉണ്ടെങ്കിൽ സ്വഹാബികൾ ഒരാൾ അയാളടുത്ത് പോയിരിക്കുകയും അലിയൻ, അലിയെ മദ്ഹിയും ചെയ്യും. അങ്ങനെ അലിയെ മദ്ഹ് ചെയ്തിട്ട് മുനാഫിക്കിന്റെ അളവുകോല് ഉപയോഗിച്ചതായിട്ട് ഒരു തെളിവ് ഇയാൾക്ക് പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ പോയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ മുനാഫിക്കിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അലിനെ മദ്ഹ് ചെല്ലുക. എന്നിട്ട് എന്ത് ചെയ്യാണ്? അപ്പം മുനാഫിക്കുകൾ അത് ഉൾക്കൊള്ളൂല. കാരണം അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു കൊടുത്താലാണല്ലോ ബാക്കിയുള്ളവരെ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ സ്വഹാബികൾ സ്വന്തമായിട്ടൊരു അളവുകോലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഇയാളൊക്കെ കളവ് പറഞ്ഞ് 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 എവിടെ എത്തി എന്നുള്ളതാണ്. എന്നിട്ട് ഇയാൾ ഇടക്ക് കണ്ണുരുട്ടി കാണിച്ച്, ഇടക്കൊന്ന് സൗണ്ട് കുറച്ച്, എന്തൊക്കെ നാടക കളിക്കണത്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അപ്പോൾ അലിയോടുള്ള ദേശീയ ഇയാൾ പ്രത്യക്ഷപ്പെടുത്തും. അതിന് യാതൊരു സംശയമില്ല, അത് ഉറപ്പായ കാര്യമാണ്. അടിസ്ഥാന മുനാഫിക്കുകളാണ് വഹാബികൾ. അടിസ്ഥാനം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ഖുർആൻ പഠിപ്പിച്ചപ്പോൾ ഇയാളൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? ഫൈദി ഷെയ്ഖ് അങ്ങനെ ചെയ്യും, റിഫായ് ഷെയ്ഖ് ഇങ്ങനെ ചെയ്യും, നഫീസത്ത് ബീവി അങ്ങനെ ചെയ്യുമെന്ന് പറയുന്ന ഇയാളെപ്പോലുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്? മുജാഹിദുകൾ മുനാഫിക്കാണെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പ്രചരിപ്പിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ മക്ക മുശ്രിക്കീങ്ങൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രചരിപ്പിച്ച ആ ഒരു പ്രചാരണം, അല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് അതിൽ വിശ്വസിച്ച് പോകുന്ന മുജാഹിദുകളെ ഇയാൾ ഖവാരിജ്, ഷിയാക്കള്, അതുപോലെ തന്നെ മുനാഫിക്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിശ്വാസത്തിന്, അള്ളാഹുവിന്റെ റസൂലിന്റെ വിശ്വാസത്തിനെതിരായ ഈ പറയുന്ന റഹ്മത്തുള്ളാഹി ഖാസിമി അടങ്ങുന്ന ആളുകൾ ഏതൊരു വിഭാഗത്തിലാണ് പെട്ടുപോവുക എന്നുള്ളതൊന്ന് ചിന്തിക്കുക. മുനാഫിക്കുകളാണ്. അലി റളിയല്ലാഹുവിന്റെ ഒരു സബറും ഒരു മഹത്വം അവർക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ ലളിതവും അയത്നവും എളുപ്പവുമാണ്. എന്തുകൊണ്ട്? നിഗൂഢതകളൊന്നും ഇസ്ലാമിക ചരിത്രത്തിലില്ല. ഇപ്പൊ ജൂതന്മാർ കൈകാര്യം ചെയ്യുന്ന, യൂറോപ്പ് കൈകാര്യം ചെയ്ത കപ്പാല എന്ന ഗ്രന്ഥമുണ്ട്. എന്താണ് ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം? ആർക്കും അറിയില്ല. അതൊരു പൈശാചിക ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെ പഠിക്കുന്നതിന് യൂറോപ്യൻ പറയാ തിയോളജിക്കൽ സ്റ്റഡീസ് എന്നാണ് പറയാം. തിയോളജി ലോകത്ത് കണ്ട എല്ലാ പൈശാചിക ഗ്രന്ഥങ്ങളും വായിച്ച് പഠിച്ച ഈ ഒരു റഹ്മത്തുള്ളാഹി ഖാസിമിക്ക് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും കുറച്ച് പഠിക്കാൻ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇയാളും ഒരു മുസ്ലിം ആയിരുന്നേനെ എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇയാൾ ലോകത്തുള്ള എല്ലാ കിതാബും, ഷിയാക്കളുടെ എല്ലാ കിതാബും ഇയാൾ വായിച്ച് പഠിച്ച് അന്വേഷിച്ച് അതിൻ്റെ പിറകെ പോയി അതിൻ്റെ അടിസ്ഥാനം എടുത്തു പോകുന്ന മനുഷ്യനാണ്. പക്ഷേ ഖുർആൻ പഠിച്ചില്ല, ഹദീസ് പഠിച്ചില്ല എന്ന ഒരൊറ്റ പിഴവാണ് ഈ ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് വായി തോന്നിയ പറഞ്ഞുകൊണ്ട് നടക്കുക.